Hi friends, good morning. It's English Bibliotheca and I'm Sujita Shivadas. Today we are going with the poem Ars Poetica by Archibald MacLeish. It was first published in 1926. MacLeish penned this poem in the beginning of his literary career, and during this time he compiled several poems, includes The Happy Marriage, The Pot of Earth, other poems, etc. And he won Pulitzer Prize in 1932, and he witnessed the First World War conflicts in America. This poem, Ars Poetica, is formally a lyric poem, and it's about the artistic skill and the personal approach to the subject of poetry. In this poem, there are three eight-line sections, which is dealt as couplets. The first important thing is that to understand the title of the poem, Ars Poetica. It's a Latin word which means art of poetry. From the title, we can get what the poem intended to or what the poem contains. This poem it guides us how to write a successful and meaningful poem, and the poet moves through various attributes which are made a poem truly great. So, shall we go to the poem? Friends, you are watching English Bibliotheca. If these videos are helpful to you, please don't forget to subscribe and press the near bell icon to get my latest videos. The whole poem, Ars Poetica, is constructed with the help of an extended metaphor that is, a poem should be. That is an instruction, not like an instruction or a guidance. In the beginning of the poem, or the first section of the poem, deals with the speaker stating that a poem should be like a globed fruit, dumb, metal ends to the thumb, and the casement ledges where the moss has grown, and also should be wordless. ഇതിലെല്ലാം നമുക്ക് ഈ ഒരു പോയിന്റിന്റെ മെന്റൽ സിറ്റുവേഷൻ മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്താ നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ എന്തൊരു ഗൈഡൻസ് നമുക്ക് തരികയാണ്. ഒരു പോയം എങ്ങനെ എഴുതണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒരു ഇൻസ്ട്രക്ഷൻ, എങ്ങനെ ആയിരിക്കണം, ഒരു ഗ്രേറ്റ് പോയം ഷുഡ് ബി ലൈക്ക് ദിസ് എന്നുള്ളതാണ് ഇദ്ദേഹം ഈ ഒരു പോയത്തിൽ മുഴുവനായിട്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ബിഗിനിങ്ങിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഗ്ലോബ്ഡ് ഫ്രൂട്ട് പോലെ ആയിരിക്കണം എന്ന്. ഇതിൽ ഗ്ലോബ്ഡ് ഫ്രൂട്ട് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, വി ക്യാൻ വി ക്യാൻ സെൻസ് ദാറ്റ് ഫ്രൂട്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊരു ഫ്രൂട്ട് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ വി ക്യാൻ ഗെറ്റ് ഇൻസൈഡ്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നോ അതിൻ്റെ ഉള്ളിൽ എന്താ ഏത് ഫലമാണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയായിരിക്കണം ഒരു ഗ്രേറ്റ് പോയം എന്നതാണ് ഇവിടെ മാക്ലേഷ് പറയുന്നത്. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു മാങ്ങ കണ്ടാൽ അതൊരു മാങ്ങയാണെന്നറിയാം, അല്ലെങ്കിൽ ഒരു ചക്ക കണ്ടു കഴിഞ്ഞാൽ ചക്കയാണ് അതിൻ്റെ ഉള്ളിലെന്നറിയാം. അതുപോലെ തന്നെ ഒരു പോയം കണ്ടു കഴിഞ്ഞാൽ, പോയത്തിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ പോയത്തിന്റെ ആ ഒരു ഔട്ടർ കവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളത്. അതായത് മുൻകൂട്ടിയിട്ട് ആ ഒരു ടൈറ്റിൽ നമുക്ക് പറഞ്ഞ് തരാൻ പാടില്ല എന്താണ് ആ ഒരു ഒരു സ്റ്റഫിലുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പാടില്ല. ബിക്കോസ് എപ്പോഴും നമ്മളുടെ ഫിസിക്കൽ സ്റ്റഫിനേക്കാളും മേലെ ആയിരിക്കണം നമ്മുടെ പോയം എന്നുള്ളത്. അതെപ്പോഴും ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിലും മേലെ ആയിരിക്കണം എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ഇദ്ദേഹം ഇത്രയേ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുള്ളൂ. കാരണം ഏതൊരു റീഡർ വായിക്കുമ്പോഴും ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഒരു രാമായണം ആയാലും മഹാഭാരതം ഭാഗവതം ആയാലും ബൈബിൾ ആയാലും ഓരോരുത്തർ വായിക്കുമ്പോൾ ഓരോ തരത്തിൽ അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അതൊരു ഗ്രേറ്റ് വർക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ റീഡർ വായിക്കുമ്പോഴും ഓരോ തരത്തിൽ കൺസീവ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് വർക്ക്. നെക്സ്റ്റ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇമേജ് ആണ് ഡംബ്. ഡംബ് വിച്ച് മീൻസ്, ഇവിടെ ഇദ്ദേഹം ഡംബ് എന്നുള്ള ഒരു പോയം ഷുഡ് ബി ഡംബ് എന്ന് പറയാൻ ഇദ്ദേഹം കാരണം, ദേ ആർ നോട്ട് ട്രൈങ് ടു പ്രൂവ് എനിത്തിങ്. ആ ഒരു പോയം ഒന്നും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓർ ഇറ്റ് ഈസ് നോട്ട് എ സയന്റിഫിക് അപ്രോച്ച്. ഇതൊന്നുമല്ല. ഒരു പോം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മെന്റൽ ആക്ഷൻ, ഒരു ഇമാജിനേഷനിൽ കൂടെ, അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ കവിതകളായിട്ട് പുറത്തു വരുന്നത്. അതൊരിക്കലും ഒരു അരിതമെറ്റിക് രീതിയിലോ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് രീതിയിലോ നമുക്ക് അതിനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഡംബായിരിക്കും. ഇനി നെക്സ്റ്റ് ലൈനിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, ആസ് ഓൾ ദി മെഡലിയൻസ് ടു ദ തമ്പ്. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് മെഡലുകൾ വാരി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ പോയട്രി എന്നുള്ളത്. ദെൻ സൈലന്റ് ആസ് ദ സ്ലേവ് വോൺസ് ടോ ഓഫ് കേസ്മെന്റ് ലെഡ്ജസ് വേർ ദ മോസ് ഹാസ് ഗ്രോൺ. ഈ ഒരു ലൈനിൽ ഇദ്ദേഹം പോയത്തിന് കേസ്മെന്റ് ലെഡ്ജസ് എന്നുള്ള ഒരു ഇമേജ് കൊണ്ടുവന്നിരിക്കുകയാണ്. ബിക്കോസ് ഈ കേസ്മെന്റ് ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ നിന്ന് കുറച്ചും കൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം, പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഭാഗം, ആ ഒരു ഭാഗം എപ്പോഴും വിൻഡോനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും.
അപ്പോൾ ഇവിടെ നമുക്ക് പുറം ലോകം കാണണമെങ്കിൽ ജനലിലൂടെ പുറം ലോകം കാണാം. അപ്പോൾ പുറം ലോകം കാണുന്നതിന് വേണ്ടിയിട്ട് അതിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കേസ്മെന്റ് നമ്മൾ വിൻഡോയിലാണെങ്കിലും കൊടുക്കുക. ഇവിടെ ഇദ്ദേഹം ഇത്രേ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുള്ളൂ. എപ്പോഴും ഇപ്പോൾ പോയട്രി എന്നല്ല, എനി ആർട്ട് ഫോം, ഏതൊരു ആർട്ട് ഫോം ആണെങ്കിലും നമുക്ക് നമ്മുടെ സൊസൈറ്റിനെ പറ്റിയും അതേപോലെ നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂസിനെ പറ്റി, നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റി, അതേപോലെ നമ്മുടെ കൾച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് പോയട്രി അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ആർട്ടിലൂടെയാണ് നമുക്ക് പലതും തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു മീഡിയ ആയിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഈ ഒരു ലൈനിൽ പോയത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഇമേജ് ആണ് ഷുഡ് ബി വേർഡ്ലെസ് ആസ് ദ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്. ഇവിടെ വേർഡ് ഇല്ലാതെ ഒരിക്കലും പോയണ്ടായിരിക്കില്ല. പക്ഷേ ഒരിക്കലും ഈ ഒരു പോം എന്ന് പറയുന്നത് നമ്മുടെ റീഡറിനേക്കാളും കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല. ബിക്കോസ് പോയം ഒരിക്കലും ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പാടില്ല എന്താണ് പോയത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന്. റീഡർ എന്താണോ വായിക്കുന്നത്, അദ്ദേഹത്തിന് എന്താണോ ഡൈജസ്റ്റ് ആവുന്നത്, അത് മാത്രമേ ആ പോം പറയാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു പോം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു കോൺക്രീറ്റ് ഐഡിയയിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിൽ ഒതുങ്ങി നിൽക്കുന്നതാവരുത്. നമ്മൾ ഓരോ റീഡർ വായിക്കുമ്പോഴും അവർക്ക് ഓരോ തരത്തിലുള്ള മീനിങ് അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഗ്രേറ്റ് പോയം. ഒരു എർത്ത് അഫയേഴ്സിനെ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഐഡിയയെ മാത്രം ആസ്പദമാക്കിയിട്ട് ഒരു പോം ആണെങ്കിൽ അതൊരിക്കലും ഒരു നല്ല വർക്ക് ആയിരിക്കില്ല എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഫ്രൈസ് ആണ് പോം ആസ് ദ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ പറക്കൽ പോലെ ആയിരിക്കണം. ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫ്രീഡം. എപ്പോഴും പക്ഷികൾ പറക്കുക എന്ന് നമുക്ക് മനസ്സിൽ ഓർമ്മ വരിക പെട്ടെന്ന് ഫ്രീഡാണ്. ദ ഐഡിയ ഓഫ് ഫ്രീഡം. ഇറ്റ് ഗിവ്സ് ദ ഐഡിയ ഓഫ് ഫ്രീഡം ആൻഡ് അലൈക്നെസ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നെസസറിലി അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഫ്രീഡം. അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയ, അവരുടേതായ ആർട്ടിസ്റ്റിക് ഐഡിയ എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കോൺക്രീറ്റ് ഫിസിക്കൽ വേൾഡിൽ നിന്ന് മുകളിലൂടെ മാത്രമേ അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയാസ് എല്ലാം പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ലൈനിലൂടെ അദ്ദേഹം ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസ്, എക്കണോമിക് പ്രോബ്ലംസ്, ഇതൊന്നും ഒരു ആർട്ടിസ്റ്റിനെ ബാധിക്കാൻ പാടില്ല. അവരുടെ ഓരോ രചനയെയും ഇതൊന്നും ബാധിക്കാൻ പാടില്ല എന്നാണ് ഇദ്ദേഹം ഈ ഒരു ലൈനിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സെക്ഷനിൽ ഇദ്ദേഹം ഒരു പോയട്രിയും അതേപോലെ തന്നെ ടൈമും തമ്മിൽ റിലേറ്റ് ചെയ്യാണ്. അവർ തമ്മിലുള്ള കണക്ഷൻ അദ്ദേഹം പോർട്രേ ചെയ്യാണ്. ഇത് ഒരു സിൻസിയർ ലവ് പോലെ തന്നെ ഈ ഒരു പോം എന്നുള്ളത് എപ്പോഴും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, എപ്പോഴും ഇൻഡിപെൻഡന്റ് ഓഫ് ടൈമാണ്. ഇവിടെ ഇദ്ദേഹം ഉപയോഗിക്കുന്ന പോർഷൻലെസ് എന്നുള്ള ആ ഒരു വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഓർ ദാറ്റ് ഗിവ്സ് us ദ മെറ്റാഫിസിക്കൽ വൈബ് അതർ ദാൻ ദ ഫിസിക്കൽ വേൾഡ്. ഒരു ഫിസിക്കൽ വേൾഡിനെയാണ് ഈ ഒരു മുഴുവൻ പോയം ഫിസിക്കൽ വേൾഡും അതേപോലെ മെറ്റാഫിസിക്കൽ വേൾഡും തമ്മിലുള്ള ഈ ഒരു സെക്ഷനിൽ ഇദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം കാലത്തിനെ സൂചിപ്പിക്കുന്നതാണ്. മോഷൻലെസ് ആസ് ദ മൂൺ ക്ലൈംസ്. അതായത് കാലങ്ങൾ എത്രത്തോളം മാറി മറയും തോറും ഒരിക്കലും അതിൻ്റെ കൂടെ ഈ ഒരു പോം മൂവ് ചെയ്യാൻ പാടില്ല. മോഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഫിസിക്കൽ വേൾഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഒരിക്കലും അതിൻ്റെ കൂടെ മൂവ് ചെയ്യാൻ പാടില്ല, മൂണിൻ്റെ കൂടെ. ദാറ്റ് മീൻസ് എപ്പോഴും റെവല്യൂഷൻ ഓഫ് മൂണിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാലം എത്ര കഴിഞ്ഞാലും അതിൻ്റെ കൂടെ പോയം മാറി മറിയുന്നില്ല. പോയം എന്താണോ അത് തന്നെ ആവുന്നുള്ളൂ. പക്ഷേ റീഡേഴ്സ് വായിക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മാറി മാറി വരികയാണ്. പക്ഷേ റീഡേഴ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എത്രത്തോളം മാറിയാലും അതിൻ്റെ ഒരു എസൻസ്, ആ ഒരു പോത്തിൻ്റെ എസൻസ് മാറുന്നില്ല. ദാറ്റ്സ് ലൈക്ക് രാമായണ ആൻഡ് പാരഡൈസ് ലോസ്റ്റ്, അതുപോലെ തന്നെ ഒരുപാട് വർക്കുണ്ട് അതേപോലെ ഗ്രേറ്റ് ആയിട്ടുള്ള. ആ ഗ്രേറ്റസ്റ്റ് ആക്കാനുള്ള കാരണം ഇതൊക്കെയാണെന്നാണ് ഇവിടെ നമുക്ക് മാക്ലേഷ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഈ ലൈൻസ് ഇതെല്ലാം കൺവേ ചെയ്യുന്നത് മൂൺ ക്ലൈംസ് അവേ ഫ്രം എർത്ത്. നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ ഒരുപാട് ദൂരേക്ക് പോവുകയാണ്. അതായത് അമാവാസിയൊക്കെ വരുന്ന സമയം. ആ സമയത്തെല്ലാം നമ്മുടെ ഇവിടെ ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ നിന്ന് പോം എന്നുള്ളത് ഈ ഫിസിക്കൽ വേൾഡിൽ നിന്ന് പോയി മെറ്റാഫിസിക്കൽ വേൾഡിലേക്ക് എത്തുകയാണ്. എപ്പോഴും പോം എന്നുള്ളത് അങ്ങനെ ആയിരിക്കണം എന്നതാണ് അദ്ദേഹം ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഐഡിയ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ലാസ്റ്റ് ലൈനിൽ ആസ് ദ മൂൺ ബിഹൈൻഡ് ദ വിന്റർ ലീവ്സ്. എപ്പോഴും വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബയർ ആൻഡ് പ്ലെയിൻ ആയിരിക്കും കാണാൻ. ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണില്ല. ഫ്രണ്ടിലുള്ളതാണെങ്കിലും ബാക്കിലുള്ളതാണെങ്കിലും നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല, നമ്മുടെ സൈറ്റിന് ക്ലാരിറ്റി കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഒരു പെയിൻ, അതുപോലെ തന്നെ ഫിസിക്കൽ സഫോക്കേഷൻ, സഫറിങ്സ് എല്ലാത്തിൽ നിന്നും, അതായത് ഈ എർത്തിലി അഫയേഴ്സിൽ നിന്നെല്ലാം ഒരു ഫ്രീഡം, എല്ലാത്തിൽ നിന്നും മാറിയായിരിക്കണം ഒരു പോം എന്ന് പറയുന്നത്. ഇനി തേർഡ് ആൻഡ് ഫൈനൽ സെക്ഷൻ. ഈ ഒരു സെക്ഷനിൽ ഈ ഒരു പോയത്തിൽ ഈ സ്പീക്കർ പറയുന്നത് പോം നോട്ട് ഓൺലി ടോക്സ് അബൌട്ട് ദ ട്രൂത്ത്. ഒരു സത്യത്തിനെ കുറിച്ച് മാത്രം വിളിച്ചോതുന്ന ഒന്നായിരിക്കരുത് ഒരു പോം എന്ന് പറയുന്നത്. ഒരു റീഡർ ഒരിക്കലും ഒരു പോം വായിക്കുമ്പോൾ ഇത് സത്യമാണ്, ഇത് ശരിയാണ് എന്നുള്ള ഒരു ബോധത്തിൽ അവരത് വായിക്കില്ല.
അവർക്കത് വായിക്കുമ്പോൾ അവരുടെ ചിന്താഗതിക്ക് മേലെ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് പോം. ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു സ്പീക്കർ ഇത്രേ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുള്ളൂ. എ പോം ഷുഡ് ബി ഓൾവേസ് ബിയോണ്ട് ഓൾ ഓഫ് ദ ട്രൂത്ത്സ്. എല്ലാ സത്യങ്ങൾക്കും മേലെയാണ് ഒരു പോം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ സേസ് ഇൻ അവർ സെക്കൻഡ് സെക്ഷൻ. നമ്മുടെ ഈ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു തേർഡ് സെക്ഷനും വരുന്നത്. അതായത് എല്ലാ ഫിസിക്കൽ വേൾഡും കോൺക്രീറ്റ് ഐഡിയാസിൽ നിന്നും ഒക്കെ പുറമെയായിരിക്കും, ബിയോണ്ട് ഓൾ ഫിസിക്കൽ വേൾഡിൽ നിന്നാണ് നമ്മളുടെ ഈ ഒരു പോം ഗ്രേറ്റ് ആവുന്നത്. That means here in this poem states that poetry should not only be something, അതായത് എന്തെങ്കിലും ഒന്ന് ആവാം, എന്തെങ്കിലുമൊക്കെ ആയാൽ പോരാ, should be what that is, എന്താണോ അത് തന്നെയായിരിക്കണം ഒരു പോം എന്ന് പറയുന്നത്. That is not be mere experience and emotions with anything. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വെറും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇമോഷൻസ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളോട് മാത്രം ബന്ധപ്പെടുത്തിയ ഒന്നാകരുത് പോം എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു പോയറ്റ് കൂടുതലായിട്ട് കൺവെൻഷണൽ ഇമേജസ് ആണ് അല്ലെങ്കിൽ കൺവെൻഷണൽ ഐഡിയാസ് ആണ് കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിലെ സ്പീക്കർ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇൻ ദ പോംസ് ആർ അബൌട്ട് ലൈഫ് ഈസ് ഇൻഡിഫൈനബിൾ, സോ പോംസ് ഷുഡ് ബി ഇൻഡിഫൈനബിൾ. അതുപോലെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, നമുക്കൊരിക്കലും ഇങ്ങനെയാണ് ഈ ഒരു ലൈഫ് ഇങ്ങനെയായി മാറും എന്നത് നമുക്ക് നിർവചിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാനോ പറ്റാത്ത ഒന്നാണ് ജീവിതം എന്നുള്ളത്. അതുപോലെ തന്നെ ഒന്നാണ് പോം എന്ന് പറയുന്നത്. ഈ ഒരു ലൈഫിനെ അല്ലെങ്കിൽ ഈ ഒരു പോയത്തിനെ നമുക്ക് വേണമെങ്കിൽ ലവ് ആയിട്ട് കമ്പയർ ചെയ്യാം. ബിക്കോസ് ലവ് ഈസ് ഓൾസോ ഇൻഡിഫൈനബിൾ. ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഫ്രീ ആസ് ലൈഫ് ഇറ്റ് സെൽഫ്. ലൈഫിനെ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് തരത്തിലാണ് ഇതെല്ലാം നമ്മളെ വന്ന് പിടികൂടാന്നറിയില്ല. Anyway, thanks for watching my video and see you again with my next video. Okay, stay home, stay safe.